അധ്യാപകർ സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയാകണം. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. വൈക്കം. ലക്ഷ്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക വഴി പുരോഗമനാത്മകമായ സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയായി അധ്യാപക സമൂഹം മാറണമെന്ന് മുൻ മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പറഞ്ഞു. വൈക്കം ശ്രീ മഹാദേവ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപക പരിശീലകരുടെ ദ്വൈവാര സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലം ഞങ്ങൾ സഹപ്രവർത്തകരായി വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ സഹോദരനെ പോലെ പ്രവർത്തിച്ചു വന്ന കാലഘട്ടം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ആ രംഗത്ത് നിന്ന് മാറി ചിന്തിക്കുകയും വ്യത്യസ്തമായ മറ്റ് പുതിയ മേഖലകൾ അദ്ദേഹം തന്നെ കണ്ടെത്തുകയും ചെയ്ത് ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യാപനത്തിൻ്റെ മഹത്തായ മാതൃക കാണിച്ചുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ അധ്യാപന രംഗത്തേക്ക് കടന്നു വരാനുള്ള അധ്യാപകരായി തീരാനുള്ള വഴിയൊരുക്കുന്ന വലിയൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായി സന്തോഷകരമായി ഞാൻ കരുതുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ B. മാധുരി ദേവി അധ്യക്ഷത വഹിച്ചു. നിർബന്ധമായും രണ്ടുപേരെങ്കിലും മിനിമം ഇവിടെ വരണം എന്ന് നമ്മൾ ആദ്യം തന്നെ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം. ഒക്കുന്നത് പോലെ അച്ഛനും അമ്മയും ആരെങ്കിലും വരണം, നിങ്ങളുടെ ക്യാമ്പൊക്കെ കാണണം, കണ്ട് എൻ്റെ ഒരവലോകനം നടത്തി അതിൽ പങ്കെടുത്ത് ഭക്ഷണമൊക്കെ പോകണം എന്ന് പറയണം. എല്ലാവരും നല്ല രീതിയിൽ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പരിപാടി എന്നുള്ള പ്രതീക്ഷയോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് എൻ്റെ വാക്കുകൾ. കോളേജ് ഡയറക്ടർ PGM നായർ കാരിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. അത്രമാത്രം ഈ സ്ഥാപനവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ MLA. അദ്ദേഹം നമുക്കറിയാം, നേരത്തെ അദ്ദേഹം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കേരളത്തിലെ വിദ്യാർത്ഥി പൊതുരംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയാകണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന അത്യപൂർവം വ്യക്തികളിൽ ഒരാളാണ് ശ്രീ മോൻസ് ജോസഫ്. ഞാൻ അദ്ദേഹത്തിന്റെ വോട്ടറാണ്. ഞാൻ കടുത്തിലെത്തി നിയോജകമണ്ഡലത്തിലെ ആളാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അവലോകനങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ കടുത്തിലെത്തി നിയോജകമണ്ഡലത്തിലെ അവലോകനമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യമില്ല. കാരണം അവിടെ ആരും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും വേറെ പറയാൻ പോകുന്നില്ല. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ നാടക ശില്പശാല, കഥകളി, സോദാഹരണ പ്രദർശനം, വ്യക്തിത്വ വികാസ ക്ലാസ്, ഉൽപ്പന്ന നിർമ്മാണം, പരിശീലനം, ഒറിഗാമി, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പ്രാദേശിക ഭൂപട നിർമ്മാണം, ക്യാമ്പസ് സൗന്ദര്യവൽക്കരണം, കാർഷിക വിജ്ഞാന ബോധവൽക്കരണവും കൃഷി പരിശീലനവും, വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ, സെമിനാറുകൾ, പാർലമെന്റ് കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. കോളേജ് മാനേജർ B. മായ, M. സേതു, മേരി MG മോൾ, കവിത ജോസ്, ആശ ഗിരീഷ്, അൽഫോൺസ KB, അഭിരാമി S, അശ്വതി പവിത്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.